ഹലോ, ഇന്നത്തെ വ്ലോഗിൽ എങ്ങനെയാണ് ഹോം മെയ്ഡ് എണ്ണ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് തേങ്ങ തന്നെയാണല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ ഒരു കാക്ക വന്നിട്ട് മുഴുവനും പൊളിച്ചു. അതൊക്കെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ തേങ്ങയും പൊട്ടിച്ചെടുത്തു. വീട്ടിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചിലർക്കത് ഭയങ്കര മടിയായിരിക്കും, ചിലർക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. ചിലർ പറയും വേറൊരു കാര്യം നടക്കില്ല അതിന്മേൽ നിന്നാൽ ഇല്ലുണ്ട്. പക്ഷെ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം വർഷത്തിലൊരിക്കലല്ലേ റിസ്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ശുദ്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ തന്നെ കോക്കനട്ട് ഓയിൽ വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ഒന്നുകൂടി ടേസ്റ്റും ആയിരിക്കും, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരിക്കും ഈ ഒരു വെളിച്ചെണ്ണക്ക്. പൊട്ടിച്ചു കഴിഞ്ഞ ശേഷം വെയിലത്ത് കൊണ്ടുവെക്കുക. എല്ലാം പരത്തിയ ശേഷം മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ നെറ്റൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സമയം ഞാൻ നെറ്റൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല. പിന്നെ അകത്ത് പോയി നമ്മുടെ കോക്കനട്ട് വാട്ടറൊക്കെ ഉള്ളത് അരിപ്പയിലൊക്കെ അരിച്ചെടുത്ത് നല്ല ഫ്രഷ് ആക്കി എടുത്തു. പിന്നെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് വേറെയും കൂടെ തേങ്ങ പൊട്ടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞ് നേരത്തെ ഇട്ട് കൊടുത്ത തേങ്ങൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുത്തു. വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ അധികം ക്ഷീണം തോന്നിയില്ല. ഇതൊക്കെ ഒരു മാസം മുന്നേ പൊട്ടിച്ചെടുത്ത തേങ്ങയാണ് കേട്ടോ. ഈ പൊട്ടിച്ചെടുത്ത തേങ്ങയിൽ തന്നെ പല ടൈപ്പ് തേങ്ങ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ടൈപ്പ് തേങ്ങയായിരുന്നു, ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ ഇത് ഒരു ഭാഗത്ത് ഏകദേശം കൊപ്രായിട്ടുണ്ട്, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചിരട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതേപോലെ പൊട്ടിയിട്ട് ഒരു ഭാഗം ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ താഴ്ഭാഗം നല്ല ഭാഗം നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറൊരു ഐറ്റം എന്ന് പറയുന്നത് വളരെ കട്ടിയില്ലാത്തൊരു ടൈപ്പ് പോലെ, എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് ഉണക്കി നോക്കി, പക്ഷെ അത് കേടായിപ്പോയി, അതെടുത്തിട്ടില്ല. അതുപോലെ ഇതും ഞാൻ എടുത്തിട്ടില്ല. ചിലത് മുഴുവനായിട്ട് കൊപ്രായിട്ട് തന്നെ പോകുന്ന പോലെ ആയിരുന്നു, പക്ഷെ ഉള്ളിലൊന്നും ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെയൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ സാധ്യതയുണ്ട്. ഒരു മാസം മുന്നേ ഇതിട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ഒരു 6 ദിവസം എടുത്തു. നോമ്പായതുകൊണ്ട് പിന്നെ ആട്ടാതിരുന്നതാണ് ചൂട് കാരണം. അന്ന് ഇതുപോലെ കൊടുമ്പുളിയും ജാതിക്കയും ഞാൻ വെയിലത്ത് വെച്ചിരുന്നത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാം പരത്തി വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അന്ന് തന്നെ മീൻ പൊരിച്ചതും അതുപോലെ ലഘുവായിട്ട് കഞ്ഞി മാത്രമായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അന്ന് ഇക്ക പുറത്തുനിന്നൊരു ശർക്കര കൊണ്ടുവരുന്നു കേട്ടോ, യെല്ലോ കളർ ശർക്കര, പഞ്ചസാര ശർക്കര തോന്നുന്നുണ്ട്. ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും. പിന്നെ അതൊക്കെ എല്ലാം പൊട്ടിച്ച് അന്ന് ഫസ്റ്റ് ഡേ തന്നെ വെച്ചു. പിന്നെ അന്ന് വൈകിട്ട് ഈ ഒരു ലെവലിലായിരുന്നു കേട്ടോ തേങ്ങയുള്ളത്. ചെറുതായിട്ടൊന്നും ഉണങ്ങി, എന്നാൽ വേറിട്ടിട്ടൊന്നുമില്ല ചിരട്ടയിൽ നിന്ന്. ഇനി ഇതെല്ലാം വെയിലിൻ്റെ ചൂട് പോകുന്നതോടുകൂടി തന്നെ ഒരു ബക്കറ്റിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടുവെക്കണം. കാരണം നമ്മൾ മുറ്റത്തുള്ള ചൂട് പോയി കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ വന്നിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ ചൂടോടുകൂടി ചാക്കിലൊക്കെ ആക്കാതിരിക്കുക, നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേണം ആക്കാൻ. ബക്കറ്റിലോ അല്ലെങ്കിൽ നിലത്ത് എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് അതിലൊക്കെ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ഡേ വെയിലാകുന്നതിൻ്റെ മുന്നേ തന്നെ മുറ്റത്ത് എല്ലാം കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമൊക്കെ കൂടും. അന്ന് വൈകിട്ട് തന്നെ ചിരട്ടയിൽ നിന്ന് തേങ്ങ ഒന്ന് വേറിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കത്തി ഉപയോഗിച്ച് മുകൾ ഭാഗം ഒന്ന് അടിയിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ തേങ്ങ എടുക്കാൻ പറ്റും. അന്ന് വൈകിട്ട് തന്നെ ഈ ഒരു പണി മുഴുവനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കത് ചെത്തിയിട്ട് വെയിലത്തിടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉണക്കവും ഒരുപോലെ ആയി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എല്ലാം വേറിട്ട് കഴിഞ്ഞ് ചിരട്ടയാണ് ഇത്. അപ്പോൾ കുറച്ച് നേരം ഏകദേശം ഒരു 2 മണിക്കൂർ തന്നെ ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞു. പിന്നീട് അന്ന് രാത്രി തന്നെ ഈ ഓരോ തേങ്ങയുടെ പീസ് എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തേങ്ങേൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്നൊരു നല്ല തുണി വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ചെത്തി കൊടുക്കാം.
തറയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ കൊപ്രയൊക്കെ ചെത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പണികളൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാൻ രസമായിട്ടും പെട്ടെന്ന് കഴിയാനൊക്കെ ഈസി. തറയിലൊക്കെ കാലൊക്കെ നീട്ടിയിരുന്നിട്ടാണ് പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും, നമുക്ക് അത്ര ബോറടിക്കൊന്നുമില്ല. ഈ ഒരു കട്ടിയിലാണ് തേങ്ങ ചെത്തിയെടുക്കുന്നത്. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് സ്ക്വയർ പീസ് ആക്കിയിട്ട് ചെത്തിയെടുക്കുന്നത്. ചെത്തിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ചെത്താൻ. ചിലർ പറയും കട്ടിയില്ലാതെ ചെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണക്കായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിയില്ലാതെയാണ് ചെത്തി കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. അന്ന് നൈറ്റിൽ പിന്നെ ഒരു 12:30 ആയിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാലും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് പിറ്റേന്ന് രാവിലെയാണ് ചെയ്തത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ 3rd ഡേയിൽ ഒരു ദാർപ്പായ വിരിച്ച് അതിലിട്ട് കൊടുത്ത് എല്ലാം കൂടെ കട്ടിയില്ലാതെ പരത്തി കൊടുത്തു. പരത്തി കൊടുത്ത ശേഷം കിളികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു നെറ്റ് ഇട്ട് കൊടുത്ത് മുഴുവനായിട്ട് കവറായത് സൈഡിൽ കല്ലൊക്കെ വെച്ച് കൊടുത്ത് ശരിയാക്കി. അങ്ങനെ 3-ാം ദിവസം ഇതിൻ്റെ ഉണക്കം ഇങ്ങനെയായിരുന്നു. ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുണ്ടായിരുന്നു, എന്നാലും കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ പൊട്ടുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ നെറ്റൊക്കെ മാറ്റി ഒരു ബക്കറ്റിലാക്കി അകത്ത് വെക്കുകയാണ്. നെന്നും നൈനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെയും കൂടെ കൂട്ടാൻ നോക്കുക. അവർക്കത് രസമാവും, പഠിക്കലും ആവും. ഫോർത്ത് ഡേ ഇതുപോലെ വീണ്ടും പരത്തി കൊടുക്കുക. അന്ന് ഈവനിങ്ങിൽ ഇതാ അത്യാവശ്യം ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് പൊട്ടുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് പൊട്ടി തുടങ്ങും. അതാണ് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് പാകമാണോ നോക്കുന്നത്. ഫിഫ്ത്ത് ഡേയിൽ ഇതുപോലെ വീണ്ടും ചെയ്യുക. അന്ന് ഈവനിങ്ങിൽ നല്ല ഡ്രൈ ആയിട്ട് തേങ്ങ ഒക്കെ ഉണങ്ങി വന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ ചൂടോട് കൂടി കൊടുത്തയക്കലാണ്. ഇതിനി ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലുള്ള എണ്ണ തേങ്ങയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ഉണങ്ങിയ പാകം. ഇനി 6th ഡേയിൽ ഞാനിതാ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തു. ഇനി ചൂടോടെ ഏകദേശം 1 മണി 1:30 ആയപ്പോഴേക്ക് ഞാൻ എടുത്തിട്ട് അതെല്ലാം ചാക്കിലേക്ക് വാരി ഇട്ടുട്ടോ. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ എണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് മില്ലിലേക്ക് കൊടുത്തയക്കണം, എങ്കിലേ നല്ല എണ്ണ കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. ഇത് നല്ല ചൂടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ചാക്കിലൊക്കെ ആക്കി പിന്നെ കൊണ്ടുവരാനുള്ള എണ്ണയ്ക്കുള്ള കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇക്കെൻ്റെ ഫ്രണ്ടൊക്കെ വന്ന് അവരുടെ കയ്യിൽ കൊടുത്ത് വിട്ടു. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ എണ്ണ ആയിട്ടുണ്ടായിരുന്നു. എണ്ണ കിട്ടിയ ഉടനെ ഇതാ ഇതുപോലെയാണ്. ആട്ടിയെണ്ണ ഒരുവിധം കലങ്ങിയ ഒരു ടൈപ്പിലായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കുപ്പിയിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുപ്പിയിൽ നിന്ന് വീണ്ടും ഞാനൊരു വലിയ ചെമ്പിലേക്ക് ഒഴിച്ചു.
ഇതിൻ്റെ കലക്കൊക്കെ പോയി എണ്ണയുടെ കീടൊക്കെ അടിയിൽ ഊറി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം അടച്ചു വെച്ചു. അടച്ചു വെച്ച് തുറന്ന ശേഷം നമ്മുടെ എണ്ണയൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണ കീടൊക്കെ അടിയിൽ ഊറി നിന്നിട്ടുണ്ട്. ഇതൊരു ഉണങ്ങിയ ക്ലീൻ ആക്കിയ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിങ്ങനെ എടുക്കുകയാണെങ്കിലും കൈയൊന്നും എണ്ണയിൽ തട്ടിയിട്ടില്ല. കൈ എണ്ണയിൽ തട്ടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ എന്നും ക്ലിയർ ആയിട്ടുള്ള എണ്ണയായിരിക്കും. അതുപോലെ പെട്ടെന്ന് കാറുകയില്ല. ബാക്കി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് എണ്ണയും അതിൻ്റെ കീടമൊക്കെ. അത് നമുക്ക് കീടം വേണമെങ്കിൽ കുളിക്കുന്ന സമയത്ത് തണുപ്പിന് വേണ്ടിയിട്ട് മേലിൽ തേച്ച് കുളിക്കാം. മുകളിൽ ഊറിയ എണ്ണ വീണ്ടും മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.